ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും വേണ്ടിയെന്ന് വെച്ചാൽ BSNL ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എടുത്ത ആൾക്കാരുണ്ട് വയനാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ. ഇപ്പം അവർക്ക് റീചാർജ് ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം 6 മാസം അങ്ങനെ റീചാർജ് ചെയ്തിട്ടാണ് ചിലപ്പോൾ മോഡം ഉണ്ടാവുക. 6 മാസം റീചാർജ് ചെയ്തതാണ് അധികം മോഡം ഉണ്ടാവുക. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ആ എക്സ്പയർ കഴിഞ്ഞാൽ ഈ മോഡം സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു പോർട്ടിലേക്ക് പോകും. സസ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും സസ്പെൻഷനിൽ കുറേ ദിവസം കൂടി നിന്നാൽ OG ബാർ ആവും. പിന്നെ അത് കണക്ഷൻ റീകണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ആ കണക്ഷൻ വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ റീചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്നുമില്ല, എക്സ്ചേഞ്ച് പോകേണ്ട ആവശ്യമില്ല, അല്ല പിന്നെ കേബിൾ TV ഓപ്പറേറ്റർമാരെ വിളിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സേ ഉള്ളൂ. BSNL ലാൻഡ് ലൈൻ റീചാർജ് പോർട്ടൽ എടുക്കുക, ക്ലിക്ക് ചെയ്താൽ ലാൻഡ് ലൈൻ BSNL പോർട്ടൽ വരും. ഇൻഡിവിജ്വൽ ഭാരതി ഫൈബർ FTTH ബിൽസ് ഇതുണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് വരും. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോൺ നമ്പർ വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്പർ ആഡ് ന്യൂ കൊടുക്കണം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ റീചാർജ് ചെയ്ത നമ്പേഴ്സാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു 04935 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലാൻഡ് ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. BSNL ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഒരു ലാൻഡ് ഫോൺ നമ്പറിലേക്ക് കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ID നമ്പർ എന്ന് പറയുന്നത്. അത് ലാൻഡ് ഫോൺ നമ്പർ തന്നെ സാധാരണ. അപ്പോൾ 04935 വേണ്ട, 49 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. 4935292187 ഒരു സാമ്പിളായിട്ട് ഞാൻ അടിച്ചു തന്ന് ഡെമോ. ഓക്കെ, ഇനി വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID കൊടുക്കണം. കേസ് ഓക്കെ, ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ കാണിക്കുന്ന ഡാറ്റയിൽ ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുത്താൽ അതൊരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാനുണ്ട്. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കണക്ഷൻ കസ്റ്റമർ നെയിം ഫസീല EC, എമൗണ്ട് 0. ഈ കസ്റ്റമർ ഓൾറെഡി റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോ ഡ്യൂ. ഓക്കെ, ഇനിയിപ്പോൾ റീചാർജ് ചെയ്യേണ്ട കേസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കസ്റ്റമറെ റീചാർജ് നിലവിൽ ചെയ്തിട്ടില്ല. എങ്ങനെ റീചാർജ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി സാധാരണ ചെയ്ത പോലെ എല്ലാം എൻ്റർ ചെയ്ത് ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് 667491 ക്യാപ്ച കോഡ് അടിച്ച് ചെയ്യുമ്പോൾ ഇതാ കസ്റ്റമറെ പേയ്മെൻറ്റ് ഡ്യൂ ബാലൻസ് എത്രയുണ്ട്, എത്ര ദിവസമായി കട്ടായിട്ട് ഇവിടെ കാണിച്ചു തരും. എൻ്റെ ഈ കസ്റ്റമർ പേര് സലീം കടൽത്തൊടി. അപ്പോൾ ഇവർക്ക് ഇനി റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ നൗ കൊടുക്കുക. പേ നൗ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. UPI അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്യാഷ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാർഡ് ഏതാണ്? ഇപ്പോൾ എൻ്റെ RuPay ആണെങ്കിൽ RuPay സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ക്യാപ്ച കോഡ് അടിക്കാനുണ്ട്. 89SB അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. എക്സ്പയർ ഡേറ്റ്, CVV നമ്പർ, കാർഡ് ഹോൾഡർ നെയിം, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. കഴിഞ്ഞ് അപ്പോൾ ഒരു OTP മൊബൈലിലേക്ക് വരും. OTP അടിച്ചു കൊടുക്കുക, റീചാർജ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. ഓക്കെ.